ഇൻസൈറ്റിന്റെ ഇന്നത്തെ സെഷനിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 7 സെഷനിലായിട്ട് മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഒരു 10 മിനിറ്റോളം സംസാരിച്ചിട്ട് നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കയറാം. നമുക്ക് ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ വേറൊരു തരത്തില് അവരെ തന്നെ ഒബ്സർവ് ചെയ്യിപ്പിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് മിക്കവാറും ഔട്ട്സൈഡ് വേൾഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചിന്തയിലേക്കും. ഇടയ്ക്ക് മാത്രം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വലിയ പെയിനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും മാത്രമാണ് നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നതെന്ന് ഒരിക്കലും ആരും മനസ്സിലാക്കാറില്ല. അതുപോലെ തന്നെ ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെന്നും ആരും പഠിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഏറെക്കുറെ ആൾക്കാർ ബ്ലൈൻഡാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യരാശിയിൽ തന്നെ എല്ലാവരും ഏറെക്കുറെ ഒരു 95% അല്ലെങ്കിൽ 98% ആൾക്കാർ ബ്ലൈൻഡ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് പണ്ട് കബീർ ദാസ് പറഞ്ഞത്, ഈ ലോകം തന്നെ അന്ധമാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ കാണുന്ന ഓരോ കാര്യങ്ങളിലോടും ഇഷ്ടം കാണിക്കുന്നതും ഇഷ്ടക്കേട് കാണിക്കുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ ഈ അന്ധതയിൽ നിന്നുകൊണ്ടാണ്. അതായത് അവരവരെന്താണെന്നും അവരവരെ പറ്റിയുള്ള ഒരു നോളജ് ഇല്ലാത്തത് കൊണ്ടുമാണ് ആ രീതിയിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കരുതും, കുറെ കാര്യങ്ങൾ നമുക്ക് ദോഷകരമാണെന്ന് കരുതും, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ അച്ചീവ്മെന്റ് ആയിട്ട് കരുതും, കുറെ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷകരം അല്ലെങ്കിൽ ഹാനികരമാണെന്ന് കരുതും. അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ലോകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറ്റൈൻ ചെയ്യണം, അതെല്ലാം ആർജിക്കണം തോന്നുകയും ചെയ്യും. അങ്ങനെ ആണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതും അത്യാഗ്രഹങ്ങൾ ഉണ്ടാവുന്നതും യുദ്ധങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ. അപ്പൊ ഈ അന്ധതയിൽ നിന്നുകൊണ്ടിട്ട് തന്നെയാണ് മനുഷ്യൻ ഈ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തില് തിരിഞ്ഞു നിന്ന് നമ്മളൊന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആരും ചെയ്യാറില്ല. അതാണ് നമ്മളിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഒന്ന് പഠിക്കുക, നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഈ പുറത്തേക്കുള്ള അറ്റൻഷൻ മാറ്റി നമ്മുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു കുറവാണ് സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ കാണുന്നത്. ഈ ലോകം ഇങ്ങനെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അന്ധതയാണ്. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4 കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കാൻ പറ്റും. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ മഹാകാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ ഇതിനകത്ത് വേറെ ദിവ്യത്വങ്ങളില്ല, വേറെ വലിയ പ്രത്യേകിച്ച് വേറെ ബ്ലിസ് ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ സിദ്ധികൾ ഇങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് ആർജിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിനകത്ത് എങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്, ആ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സഫർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊരാളെ നോക്കിയാൽ നമുക്ക് അയാളുടെ ഫീലിങ്സ് എന്താണ്, അയാളുടെ മനസ്സെന്താണ്, അയാളുടെ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമ്മൾ തന്നെ നമ്മളെ നോക്കി പഠിക്കണം. ആ പഠിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ആ മെത്തേഡിൽ ഈ 4 കാര്യങ്ങൾ നോക്കാൻ പറയും. ഒന്ന്, നമ്മുടെ ശരീരം അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം ശരീരത്തിലെ ഒരു പ്രക്രിയ ആയതുകൊണ്ട് ശ്വാസം. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ മനസ്സിനകത്തൂടെ പോകുന്ന ചിന്തകൾ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഓരോ ചിന്തകൾക്കും അനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ അറിവുകൾക്കും അനുസരിച്ച് ഓരോ കാഴ്ചകൾക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ മാറ്റങ്ങൾ ബോഡിയിൽ ഓരോരോ ഫീലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ സെൻസേഷൻസ് ആയിട്ടാണ് അത് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അത് ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനോട് ഓരോ സമയത്തും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിക്കുക. ഈ 4 കാര്യങ്ങൾ, അതായത് ചിന്ത, ശ്വാസം, ബോഡിയിൽ ഉണ്ടാകുന്ന ഫീലിങ്സ്, അതിനോടുണ്ടാകുന്ന റിയാക്ഷൻസ്, ഈ 4 കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സും ശരീരവും തമ്മിലുള്ള കണക്ഷൻസ് കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉള്ളിൽ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത്, ദേഷ്യം ഉണ്ടാകുന്നത്, ആങ്കർ ഉണ്ടാകുന്നത്, ഓരോ ഇമോഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ ഒരു നോളജ് കിട്ടുന്നത്. ആ നോളജ് കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ആ നോളജിന്റെ വെളിച്ചത്തിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് അറിയാൻ മേലാത്തവർ ജീവിക്കുന്നതും ഇത് അറിഞ്ഞ ആൾക്കാർ ജീവിക്കുന്നതും രണ്ടും 2 രീതിയിലാണ്. കാര്യം അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളുടെ കാഴ്ചപ്പാടിനും നമ്മളുടെ ജീവിതത്തിനും ഒക്കെ വേറൊരു തലം ഉണ്ടാവും, വേറൊരു ചിട്ട ഉണ്ടാവും. ഇത്ര ഉള്ളു ഇതിന്റെ അകത്ത്.
ഒന്ന് പോസ് ചെയ്ത്, ജീവിതത്തിൽ നിന്ന് പോസ് ചെയ്ത് നമ്മളെ സ്വയം പഠിക്കാനായിട്ട് നമുക്കൊരു സമയം ചെലവഴിക്കുക, പഠിക്കുക, ഇത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുന്നുള്ളതാണ്. ഈ അന്ധത മാത്രമാണ് നമ്മളിപ്പോ ചുറ്റും കാണുന്ന എല്ലാ പ്രോബ്ലംസിന്റെയും മൂല കാരണം എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള ഈ അറിവില്ലായ്മയാണ്. നമ്മളെപ്പറ്റി ശരിക്കും നമുക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒറ്റ പ്രോബ്ലംസും ഉണ്ടാവില്ല, എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയേനെ. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു അറിവ് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അത് നമുക്കത് ആരും പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണിത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പറ്റി അറിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രകൃതം നമുക്ക് മനസ്സിലാവും. റിയൽ ഈ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എന്റെ ഈ പറയുന്ന ബോഡി മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഞാൻ, ആ റിയലി ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൺസെപ്റ്റുകളും എല്ലാം തന്നെ മാറും. അതുപോലെ തന്നെ നമ്മൾ ആ അറിവിന്റെ വെളിച്ചത്തിൽ പിന്നീട് നമ്മുടെ മനസ്സിനെയും ബോധത്തിനെയും ഏത് അവസ്ഥയിലാണ് നമ്മൾ പിന്നീട് സൂക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യേണ്ടതെന്നും അപ്പം നമുക്ക് നമ്മളെ പറ്റി അറിയുമ്പോൾ ഒരു ഹയർ കോൺഷ്യസിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് മാറും. അപ്പൊ അത് നമ്മുടെ ഈ പോകെ നമ്മൾ ആ ഓരോ ക്ലാസ്സുകളിലാവുമ്പോൾ ആ ഹയർ കോൺഷ്യസ്നെസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും മാത്രമാണ് പഠിക്കുന്നത്, ഇത്രയും മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ പഠിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണിത്. ആ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, മനസ്സിന്റെ അകത്ത് പീസ് കിട്ടും. എങ്ങനെയാണ് പീസ് നഷ്ടപ്പെടുന്നതെന്ന് പഠിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് പീസ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പഠിക്കും. ഇത്രയാണ് ഇതിന്റെ കണ്ടന്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ പഠിപ്പിച്ച ധമ്മ എന്ന് പറയുന്നത്. അല്ലാതെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ റോങ് ആയിട്ടുള്ള കുറെ കഥകളും, ജന്മം, പുനർജന്മം, അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് ലോകങ്ങൾ, ഇങ്ങനത്തെ ഒത്തിരിയേറെ സിദ്ധികള്, ബ്ലിസ്, അങ്ങനത്തെ അതീന്ദ്രിയ ശക്തികള്, പിന്നെ വേറെന്താ പറയുക, മറ്റുള്ളവരുടെ മനസ്സ് റീഡ് ചെയ്യുക, മൈൻഡ് റീഡിങ്, ഇങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പം മാത്രം. യഥാർത്ഥത്തിൽ നാച്ചുറലി റിയാലിറ്റിയിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളെ പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഒത്തിരിയേറെ നമ്മുടെ മനസ്സിൽ കുറെ സങ്കല്പങ്ങളും സംശയങ്ങളും കൺസെപ്റ്റുകളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുക. അതെല്ലാം ഒന്ന് പൊളിഞ്ഞ് ക്ലിയർ ആവും നമ്മളുടെ കാഴ്ചപ്പാടുകൾ. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ ആ ഒരു എക്സസൈസിലേക്ക് പോവാം. ബോഡിയിലേക്ക് നമ്മുടെ അറ്റൻഷൻ തിരിച്ചു വെക്കുക. പതുക്കെ ആ ഒരു ഫോക്കസ് കോൺസെൻട്രേറ്റഡ് ആയി കഴിയുമ്പം, സ്ട്രോങ് ആയി കഴിയുമ്പോൾ ബോഡിയിലുള്ള സെൻസേഷനെ വാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ നമ്മുടെ ഒബ്സർവേഷനെ എക്സ്പാൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഒബ്സർവേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെൻസേഷനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള കണക്ഷൻസ് പിടുത്തം കിട്ടും. കാരണം സെൻസേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചിന്തകളെ പറ്റി അറിയണം. അതുപോലെ ചിന്തകൾ അറിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസത്തിനെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ സെൻസേഷനെ പറ്റി അറിയുമ്പോൾ സെൻസേഷനോട് അഗൈൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ പ്രതികരണം അറിയാൻ പറ്റും. അപ്പം ഒരു സെന്റർ പോയിന്റ് ആയിട്ട് നമ്മുടെ സെൻസേഷനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. ഇതിനെ 4 കാര്യങ്ങളും ഒരേപോലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരേപോലുള്ള അവയർനെസ്സും ഈ സെൻസേഷനെ മാത്രം ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. ഇതിനെയാണ് വേദന ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ കായന ഉപാസന, ശ്വാസ ഉപാസന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘാരോപാസന, ഇതെല്ലാം ഒറ്റ കാര്യത്തിൽ ഈ വേദന ഉപാസന, അതായത് സംവേദനകളെ ഉപാസിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ സംവേദനയെ ഫോക്കസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതെല്ലാം കിട്ടും ഒറ്റയടിക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെൻസേഷനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മളുടെ ബോഡിയിലേക്കുള്ള ഫോക്കസ് സ്ട്രോങ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ സമത ക്ലിയർ ആക്കി എടുക്കുക. അതിനുശേഷം വിപസ്സന അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മുഴുകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇതിനെ വാച്ച് ചെയ്യുന്നുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്, എന്റെ ബോഡിയിൽ, എന്റെ മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റൊരു വ്യക്തി നമ്മളെ നോക്കുന്നത് പോലെ നമ്മൾ സ്വയം നമ്മളെ നമ്മൾ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. നമ്മളായിട്ടൊരു ചിന്തയ്ക്കകത്തോട്ട് മുഴുകിപ്പോയാൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി പോകും. ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമുക്ക് അതിന്റെ അകത്ത് പെട്ടുപോകും നമ്മൾ. അതുകൊണ്ടാണ് പെടാതെ ഈ പ്രോസസ്സ് എന്താണ് നടക്കണമെന്ന് മാത്രം നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. സോ നമ്മുടെ ഒബ്സർവേഷനിലേക്ക് നമുക്ക് പോവാം. ഒരു ഹാഫ് ആൻ അവർ ആണ് നമ്മുടെ സെഷൻ, മെഡിറ്റേഷന്റെ മാത്രം സെഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു സാധനമുണ്ട്, അബ്സോർപ്ഷൻ. അതായത് എന്തിലേക്കെങ്കിലും മുഴുകി അങ്ങ് പോകുന്നതാണ് മെഡിറ്റേഷൻ. ഇതിനകത്ത് പോയി മനസ്സിനെ അങ്ങ് സ്റ്റില്ലാക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് ജാഗ്രത അവസ്ഥയിൽ നമ്മളെ ഒബ്സർവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഒബ്സർവേഷൻ മെഡിറ്റേഷൻ എന്ന് തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് വിപസ്സന, ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ ഞാൻ ബെല്ലടിക്കുകയാണ്.
റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബോഡിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്സിൽ ബലം പിടുത്തം ഉണ്ടോ, എവിടെയെങ്കിലും റിലാക്സ്ഡ് അല്ലാതെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റിലാക്സ്ഡ് ആക്കാൻ പിന്നെ മനസ്സുകൊണ്ട് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, റിലാക്സ്ഡ് ആക്കുക. അതിനുശേഷം ബ്രീത്ത് നല്ല ഡീപ്പായിട്ട് 2-3 തവണ ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലങ്സിലുള്ള ഒരു ടൈറ്റ്നെസ്സും കൂടെ മാറി കുറച്ച് റിലാക്സ്ഡ് ആവും. അതിനുശേഷം നമ്മളുടെ ബോഡിയിൽ തന്നെയുള്ള നമ്മുടെ ഒരു മെയിൻ ഫങ്ഷൻ ആയിട്ടുള്ള ശ്വാസത്തെ നമ്മൾ നമ്മുടെ ഫോക്കസിന് വേണ്ടി യൂസ് ചെയ്യുക. ആനപാന സതി, അതായത് ആനൻ അപാനനെ സതി, അതായത് ശ്വാസത്തിനെ ഉച്ഛ്വാസത്തിനെയും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും, ശ്വാസത്തിൻ്റെ ഒരു 3-4-5 കാര്യങ്ങളുണ്ട്. ശ്വാസത്തിൻ്റെ ആ ക്രമമുണ്ട്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പോസ് ചെയ്യുന്നു, പിന്നെ പുറത്തേക്ക് വിടുന്നു, പിന്നെ ഒരു പോസ് വരുന്നു. അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടാണ് ശ്വാസം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ ഒരു നേരിയ ചൂടും തണുപ്പും നമുക്ക് അനുഭവപ്പെടും. ആ വായുവിന് തന്നെ ചൂടിൻ്റെ തണുപ്പിൻ്റെയും വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിനുള്ളിലൂടെ തട്ടിയാണ് അതകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സ്പർശനത്തെ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ നേരിയൊരു ശബ്ദം നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അതിനെ ശ്രദ്ധിക്കുക. അതുപോലെ ശ്വാസത്തിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ അതനുസരിച്ച് ശ്വാസം പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുകയോ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരികയോ ചെയ്യുമ്പോൾ ശ്വാസം ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ശ്വാസം നമ്മൾ വളരെ നേർത്ത് വരുമ്പോൾ നമ്മുടെ മേൽചുണ്ടിൻ്റെ മുകളിൽ, മേൽചുണ്ടിൻ്റെ മുകളിൽ മൂക്കിന് താഴെയുള്ള ആ ഒരു ഏരിയയിൽ ശ്വാസം സ്പർശിക്കുന്നുള്ളത് അത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നല്ല കോൺസെൻട്രേഷൻ ആകുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ ശ്വാസത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
പല പല ചിന്തകളിലേക്ക് മനസ്സ് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. തിരിച്ചു കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസം നമ്മുടെ മൂക്കിലൂടെ സ്പർശിക്കുന്നതിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ നമ്മുടെ മേൽചുണ്ടിൽ ശ്വാസം സ്പർശിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ മേൽചുണ്ടിന്റെ മുകളിലുള്ള സ്ഥലത്ത് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ ഒരു നല്ല ലെവൽ കോൺസെൻട്രേഷൻ ആവുമ്പോഴാണ് നമുക്കത് കിട്ടുക. അതിനുശേഷം നമ്മുടെ ശ്രദ്ധ പതുക്കെ നമ്മുടെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങൾ എന്ന് പറയുന്ന കൈവിരലുകളിലെയും കാൽവിരലുകളിലേക്കും നമ്മുടെ ഒബ്സർവേഷനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് സെൻസേഷനുകളെയാണ്, അല്ലെങ്കിൽ ബോഡി ഫീലിങ്സിനെയാണ്. വിപാസനയുടെ ആദ്യ ഘട്ടമാണ്. നമ്മുടെ കൈകളിലേക്ക് നോക്കുക. രണ്ട് കൈയുടെയും വെള്ളകളിലേക്ക്, കൈയുടെ വിരലുകളിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. കുറച്ചു നേരം സ്ഥിരമായിട്ട് കൈവെള്ളകളെയും വിരലുകളെയും
ഒന്ന് നിരീക്ഷിക്കുക. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നത് നോക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ ഒരു തണുപ്പാവാം, ചൂടാവാം, കാറ്റടിക്കുന്നത് സ്പർശിക്കുന്നുണ്ടാവാം, ധരിക്കുന്നുണ്ടാവാം, മരവിപ്പുണ്ടാവാം, വേദന ഉണ്ടാവാം, എന്തുമാവാം. കൈവെള്ളകളിലേക്കും വിരലുകളിലേക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കുറച്ചു നേരം കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് കൈയുടെ വിരലുകളും നിരീക്ഷിച്ചതിന് ശേഷം കൈയുടെ പുറം സൈഡിൽ, പുറം ഭാഗത്തേക്കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ കൈ ആകമാനം മൊത്തമായിട്ട് തന്നെ ആ കൈപ്പത്തി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കൈ തന്നെ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. കൈയുടെ റിസ്റ്റിലേക്ക് വരിക. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുപോവുകയാണ്. കൈയുടെ റിസ്റ്റിലേക്ക് വരിക. കൈത്തണ്ട അവിടെ ഒരു 2 ഇഞ്ച് നീളത്തിൽ ചുറ്റോട് ചുറ്റും ശ്രദ്ധിക്കുക. ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് അഡ്വാൻസ് ചെയ്യുക. കുറച്ചുകൂടി മുകളിലേക്ക് സ്കാൻ ചെയ്യുക. ചുറ്റോട് ചുറ്റും കൈയുടെ മുട്ട് വരെ, 2 കൈകളിലെ മുട്ടുകൾ വരെ സ്കാൻ ചെയ്യുക. കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മുട്ട് മുതൽ തോള് വരെയുള്ള ഭാഗം പതുക്കെ കുറേശ്ശെയായി സ്കാൻ ചെയ്ത് മുകളിലേക്ക് പതുക്കെ വരിക. അവിടേക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരീരത്തിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും വേദനകളോ, തരിപ്പോ, മരവിപ്പോ, ചൊറിച്ചിലോ എന്താണ് എന്ന് നോക്കുക. സാവധാനം മുകളിലേക്ക് സ്കാൻ ചെയ്ത് കൂട്ടി കൊണ്ടുവരിക.
മൊത്തത്തിൽ കൈയെല്ലാം കൂടെ തരിക്കുന്ന പോലെ ചിലപ്പോൾ തോന്നാം. അങ്ങനെ കൈയുടെ മസിലുകളുടെ അതുവഴി പോയി ചുറ്റോട് ചുറ്റും നമ്മുടെ കക്ഷത്തിലൊക്കെ നമ്മൾ എത്തുന്നു. നമ്മുടെ നിരീക്ഷണം കക്ഷത്തിലും പുറത്തും എങ്ങനെയാണ് നമുക്ക് അവിടെയൊക്കെ ലൈഫുണ്ട്, അവിടെയൊക്കെ ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ അവിടെയൊക്കെ സെൻസേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ കോശങ്ങളുണ്ട്. ആ കോശങ്ങളൊക്കെ പ്രവർത്തന നിരതമാണ്. അതെല്ലാം നമ്മൾ അറിയണം. ഇപ്പൊ കൈ ഏറെക്കുറെ പൂർണ്ണമായും നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു. കയ്യെ മൊത്തമായിട്ട്, രണ്ട് കയ്യെ മൊത്തമായിട്ടൊന്ന് മനസ്സിൽ നിരീക്ഷിക്കുക. ഇനി കാലുകളിലേക്ക് പോവാം. കാലുകളുടെ ഉള്ളംകാല്, കാലിന്റെ വിരലുകള്, അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. ചിലപ്പോൾ ആ ഒരു തണുപ്പ് തോന്നുന്നുണ്ടാവാം, ഒരു തരിപ്പ് തോന്നുന്നുണ്ടാവാം. ഇനി കാലിന്റെ മേൽപത്തി ശ്രദ്ധിക്കുക. അവിടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. ഇനി ആ കാൽപത്തി എന്ന് പറയുന്ന ആ ഒരു പോർഷന് മൊത്തമായിട്ടൊന്ന് മനസ്സിൽ നിരീക്ഷിക്കുക. ഇനി കാലിന്റെ ആ ഒരു കാൽത്തണ്ട അല്ലെങ്കിൽ മടക്ക ആംഗിള്, ചിലങ്കയൊക്കെ കിട്ടുന്ന, പാദസരമൊക്കെ കിട്ടുന്ന ആ ഒരു ഭാഗം, ഇനി പതുക്കെ അഡ്വാൻസ് ചെയ്ത് സ്കാൻ ചെയ്ത് മുകളിലേക്ക് മുട്ടുവരെ സാവധാനം സ്കാൻ ചെയ്യുക. എന്തൊക്കെ ഫീലിങ്ങുകളാണ് ഓരോ സ്ഥലത്തും ഉണ്ടെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. സാവധാനം ഒരു 2 ഇഞ്ച് നീളത്തിൽ ചുറ്റോട് ചുറ്റും
സ്കാൻ ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് മുകളിലേക്ക് മുട്ട് വരെ എത്തുക. നമ്മളിവിടെ പരിപൂർണ ജാഗ്രത അവസ്ഥയിലാണ്. പൂർണ്ണമായി ഉണർന്നു തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലും സ്കിന്നിൻ്റെ ഉള്ളിലും എല്ലാം കോശങ്ങളുണ്ട് എന്നും ആ ഓരോ കോശങ്ങളിലും രക്തം എത്തുന്നുണ്ടെന്നും ആ ഓരോ കോശങ്ങളും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ആ ഓരോ കോശങ്ങളും പ്രവർത്തന നിരതമാണെന്നും മനസ്സിലാക്കുക. സാവധാനം മുകളിലേക്ക് ഗ്രാജുവലായി സ്കാൻ ചെയ്ത് മുട്ട് വരെ എത്തുക. കാൽമുട്ടിൻ്റെ മടക്കും കാൽമുട്ടിൻ്റെ മുകൾവശവും ചുറ്റോട് ചുറ്റും അവിടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിനിടയ്ക്ക് നമ്മളറിയാതെ നമ്മുടെ ശ്വാസം ദീർഘശ്വാസം എടുക്കാറുണ്ട്. വളരെ മന്ദഗതിയിലാവുന്നുണ്ട്. നമ്മുടെ മനസ്സ് ഒത്തിരി ശാന്തമായിട്ടുണ്ട്. ഇനി ആ മുട്ടിൻ്റെ അവിടെ നിന്ന് അര വരെയുള്ള സ്ഥലത്തേക്ക് പതുക്കെ സ്കാൻ ചെയ്ത് പ്രോഗ്രസ് ചെയ്യുക. ചുറ്റോട് ചുറ്റും നോക്കുക. നമ്മുടെ തൊലിക്കടിയിലും മാംസത്തിനുള്ളിലും ഉള്ളിലും നമുക്ക് ചിലപ്പോൾ ഫീലിങ്ങുകൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. പതുക്കെ മുട്ടിൻ്റെ മുകളിലേക്ക് സ്കാൻ ചെയ്ത് അര വരെ എത്തിക്കുക. തുടയിലെ ഭാഗം ചുറ്റോട് ചുറ്റും നമ്മൾ ഇരിക്കുന്ന ബട്ടക്സിൻ്റെ ഭാഗം കാല് ഇരിപ്പിടത്തിൽ കൊള്ളുന്ന ആ സ്ഥലത്തുണ്ടാവുന്ന പ്രഷർ, പെയിന്, വേദന, തരിപ്പ് ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ബട്ടക്സ് അമർന്നിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പെയിന്, തരിപ്പ്, വേദന ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ അവിടെയുള്ള
പോർഷൻസിൽ എന്തൊക്കെയാണ് അവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ബോഡിയിലെ ഫീലിങ്ങിന്റെ ഒരു ലോകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൽ നമ്മൾ കൈകളും കാലുകളും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ടോർസോ, നമ്മുടെ അര തൊട്ട് മുകളിലോട്ടുള്ള നമ്മുടെ ഷോൾഡർ വരെയുള്ള ഭാഗമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അരക്കെട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അര ചുറ്റും ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്ന ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്ന അവിടെയൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് പതുക്കെ അഡ്വാൻസ് ചെയ്ത് നമ്മുടെ വയറിൻ്റെ ഫ്രണ്ട്, ബാക്ക്, വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും, തൊലിപ്പുറത്ത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോകെ പോകെ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗവും നമ്മൾ ഇനി ശ്രദ്ധിച്ചു തുടങ്ങും. പൊക്കിള്, വയറിൻ്റെ ഫുൾ ഏരിയ, ഫ്രണ്ട് ആൻഡ് ബാക്ക്, സൈഡുകൾ. ഇനി പതുക്കെ നമ്മൾ ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ചെസ്റ്റ് ഏരിയ, സൈഡ്, ബാക്ക് ഏരിയ, നമ്മുടെ പുറത്ത് നമ്മൾ ചാരുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ, പെയിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ചെസ്റ്റ്, ഫ്രണ്ട്, ചെസ്റ്റിൻ്റെ മോൾവശം, നമ്മുടെ കോളർ ബോണ്, നമ്മുടെ കഴുത്ത്, നമ്മുടെ ബോഡിയുമായിട്ട് ചേരുന്ന ആ ഭാഗം, പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ തോളുകൾ, രണ്ട് ഷോൾഡേഴ്സ്, നമ്മുടെ കൈയുടെ രണ്ടെണ്ണത്തിൻ്റെയും ജോയിന്റുകൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ കഴുത്തിന് താഴോട്ടുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മൊത്തമായിട്ട് അത്രയും ഭാഗത്തെ ഒന്ന് മനസ്സിൽ നിരീക്ഷിക്കുക. ഇനി നമ്മൾ കഴുത്താണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. കഴുത്തിനെ മുകളിലായിട്ട് നമ്മൾ തലയിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണ്. കഴുത്ത് ഫുള്ളായിട്ട് തന്നെ ചുറ്റോട് ചുറ്റും നമ്മുടെ ഉള്ളിൽ തൊണ്ട ഉള്ളിലാണ്, അതും ശ്രദ്ധിക്കുക.
നമ്മുടെ ലോവർ ജോ, കീഴ്ത്താടി, വായ്ക്കകത്തുള്ള പല്ലുകൾ, മോണ, നാക്ക്, ത്രോട്ട്, ഇനി വായയുടെ മുകൾവശം, മുകളിലത്തെ പല്ലുകളുടെ നിര, മോണകള്, ചുണ്ടുകള്, സൈഡിലേക്ക് കവിളുകള്, അത് കഴിഞ്ഞ് സാവധാനം മുകളിലേക്ക് ചെവികള്, തലയുടെ പിൻഭാഗം, ആ ചെവികളുടെ രണ്ട് ലോബുകളും, രണ്ട് ചെവികളും ശ്രദ്ധിക്കുക, പുറത്തുള്ള ഭാഗം, മുഖം, മൂക്ക്, മൂക്കിലുള്ള ശ്വാസം അപ്പോഴും പോകുന്നുണ്ടാവും, ശ്വാസത്തിന്റെ സ്പർശനം, ഇനി പതുക്കെ കണ്ണുകള്, ഐബോളുകള്, പുരികങ്ങള്, നെറ്റി, ഇനി കണ്ണു മുതൽ നെറ്റി വരെയുള്ള അതേ ഭാഗത്തിന്റെ അതേ രീതിയിൽ തലയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ നോക്കുക. തലയുടെ പിൻഭാഗം, ഇനി തലയുടെ മേൽഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടോപ്പ് സർഫസ്, തലയുടെ ടോപ്പ് സർഫസ്, ഇനി ഏറ്റവും ടോപ്പില് നെറുക, ഇനി നമ്മൾ തല ആകമാനം ഒന്ന് നോക്കുക. തല മൊത്തം ആസ് എ ഹോൾ സ്ഫിയർ. ഇനി തലയും ശരീരവും മൊത്തമായി തന്നെ ഒന്ന് ഫീൽ ചെയ്യുക. ഫുൾ ബോഡി. ഫീൽ ചെയ്യുക.
നമ്മളിപ്പോ ഫീലിങ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫുൾ ബോഡി നമ്മൾ ഫീൽ ചെയ്യുകയാണ്. ഇനി നമ്മൾ ശ്വാസത്തിലേക്ക് എത്തുന്നു. തിരിച്ച് ആനപാനസതിയിലെത്തി. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം, മുഖം ഒന്ന് തിരുമ്മി ഫ്രഷ് ആവാം. നമ്മളിപ്പോ നമ്മുടെ മനസ്സിനെ ഫീലിങ്സിന്റെ ലോകത്ത് നിർത്താനും അതിലൂടെ സഞ്ചരിക്കാനുമാണ് ഇപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ ബോഡിയുടെ ഫീലിങ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തകൾക്കകത്തോട്ട് പോകുന്നില്ല. പൂർണ്ണമായും ഫീലിങ്സിന്റെ മണ്ഡലത്തിലാണ് നമ്മൾ മനസ്സിനെ നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും നിൽക്കേണ്ടത്. ചിന്തകളുടെ ലോകത്തല്ല നിൽക്കേണ്ടത്. ചിന്തകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ മാത്രം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ചിന്തകളെ നേരിട്ട് നിയന്ത്രിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സിനെ നമ്മൾ തണുക്കാൻ അനുവദിച്ചാൽ മനസ്സ് തനിയെ തണുത്തോളും. മനസ്സിന്റെ ശീലങ്ങൾ പലതും മാറിക്കോളും. നമ്മളിപ്പോ പലപ്പോഴും പലയിടത്തും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലും ഒക്കെ റീൽസിലും ഒക്കെ കാണുന്നത് കുറെ സൈക്കോളജിസ്റ്റുകളുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നു, എന്തുകൊണ്ട് അവരിങ്ങനെ പ്രതികരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ബേസിക്കലി ഫീലിങ്സിനോടുള്ള റിയാക്ഷനാണ് മനസ്സിന്റെ ശീലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, രൂപം കൊള്ളുന്നത്. ഫീലിങ്സിനെ നമ്മൾ ഡീൽ ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഫീലിങ്സിനെ ഡീൽ ചെയ്താൽ മതി. ഫീലിങ്സ് വരുമ്പോൾ അതിനെ തനിയെ മായാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മനസ്സ് അവിടെ നിൽക്കും, എങ്ങോട്ടും പോവില്ല. അത് വലിയ ഒരു റോക്കറ്റ് സയൻസും ഇല്ല, സിമ്പിൾ ആണ്. ഇപ്പൊ ഫീലിങ്സിനെ സെൻസ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ഇപ്പോഴും അറിയാനും അതിനെപ്പറ്റി അവെയർ ആവാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഈ പ്രജ്ഞ എന്ന് പറയുന്നത്. ഈ പ്രജ്ഞ ഡെവലപ്പ് ചെയ്യാനാണ് ബുദ്ധനെ അഷ്ടാംഗ മാർഗം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ പ്രജ്ഞയിൽ തന്നെ സ്ഥിരമായിട്ട് നമ്മളോട് നിൽക്കാനാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞനാവാനാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി അതിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ 4-5 പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ ഈ ഫീലിംഗ് ഉൾപ്പെടെയുള്ള 4-5 കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് മനസ്സിലാവുന്നത്. എന്റെ സങ്കല്പം മാത്രമായിരുന്നു ഞാൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു 4-5 പ്രവർത്തനങ്ങളുടെ എപ്പോഴും ഉണ്ടാകുന്ന നിരന്തരമായ പ്രവർത്തനം മാത്രമാണെന്നും അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നും അത് ഓരോന്നും ഇങ്ങനെ നടന്ന് മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും ഒക്കെ മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ വേണ്ടാത്ത നമ്മുടെ മനസ്സിനകത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ തന്നെ ഉപേക്ഷിക്കുന്നത്, അറ്റാച്ച്മെന്റുകൾ ഉപേക്ഷിക്കുന്നത്, മനസ്സ് സ്വതന്ത്രമാകുന്നത്, ഇന്നർ പീസ് വരുന്നത്, മനസ്സിന്റെ ഹാബിറ്റുകൾ മാറുന്നത്, വ്യക്തി തന്നെ ട്രാൻസ്ഫോം ആകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഞാനിപ്പോ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ സ്ഥലത്തും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് വേണം ഈ ഓരോ സ്ഥലത്തും നിൽക്കാനായിട്ട്. ഈ പ്രോസസ്സ് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് ആനപാനസതിയിൽ നല്ലൊരു ഫോക്കസ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ ശരീരത്തെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഫീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല ഫോക്കസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ കംപ്ലീറ്റ് ബോഡി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. പലതരത്തിലുള്ള വൈബ്രേഷൻസ്, ചൂടിന്റെ വൈബ്രേഷൻ, തണുപ്പിന്റെ വൈബ്രേഷൻ, മരവിപ്പിന്റെ വൈബ്രേഷൻ, ചൊറിച്ചിലിന്റെ വൈബ്രേഷൻ, എല്ലാം പലതരത്തിലുള്ള വൈബ്രേഷൻസ് ആണ്.
the whole body will be vibrating. അപ്പോഴാണ് നമുക്ക് പറയുന്ന ഉപകാര സമാധിയായി. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ വിപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഞാനിപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇത് തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലം ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒരു 45 to 50 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 1 hour വേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും.